ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് കോഡിംഗ് അല്ല കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് റിയാക്ട് ജെഎസിന്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഓരോ കോമ്പോണൻസിന്റെയും ലൈഫ് സൈക്കിൾ മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് അതിന്റെ ഓരോ ലൈഫ് സൈക്കിളിലും ഓരോ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലുമാണ് ഈ മെത്തേഡ്സ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ഫേസസ് ആണ്, ഓരോ ഫേസിലും ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്താലോ. ഓരോ കോമ്പോണന്റിനും മെയിൻ ആയിട്ട് ത്രീ ലൈഫ് സൈക്കിൾ ഫേസസ് ഉണ്ട്: മൗണ്ടിങ് ഫേസ്, അപ്ഡേറ്റിംഗ് ഫേസ്, അൺമൗണ്ടിങ് ഫേസ്. ഇതിൽ ആദ്യത്തേതാണ് മൗണ്ടിങ് ഫേസ് എന്ന് പറയുന്നത്. മൗണ്ടിങ് ഫേസ് ഒക്കർ ആവുന്നത് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഡോമിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിലാണ്. ഇതിൽ മെയിൻ ആയിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്: കൺസ്ട്രക്ടർ, സ്റ്റാറ്റിക് ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേജ് ഫ്രം പ്രോബ്സ്, പിന്നെ റെൻഡർ മെത്തേഡ്, ലാസ്റ്റ് കോമ്പോണന്റ് ഡിഡ് മൗണ്ട്. ഇതിൽ കൺസ്ട്രക്ടർ നമുക്കറിയാലോ, ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ചെയ്യുന്ന, അപ്പൊ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ള പോലെ തന്നെ കോൾ ചെയ്യുന്ന സ്പെഷ്യൽ മെത്തേഡ് ആണെന്നല്ലേ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ടർ ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തത് റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പോണന്റിന്റെ സ്റ്റേറ്റ് നമുക്ക് പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മളിത് റെയർ ആയിട്ട് യൂസ് ചെയ്തോളൂ, ഈ ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേറ്റ് ഫ്രം പ്രോബ്സ് എന്നുള്ള മെത്തേഡ്സ്. പിന്നെ മൂന്നാമത്തത് മാൻഡേറ്ററി മെത്തേഡ് ആണ്. JXS സിന്റാക്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ റെൻഡർ മെത്തേഡ്, നമ്മൾ JXS കോമ്പോണൻസ് റിട്ടേൺ ചെയ്യുന്ന യൂസർ ഇന്റർഫേസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു കോമ്പോണന്റ് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ലേ, അതാണ് അത് റെൻഡർ മെത്തേഡിന്റെ ഉള്ളിലല്ലേ സാധാരണ നമ്മൾ ചെയ്യാറ്. ലാസ്റ്റ് കോമ്പോണന്റ് ഡിഡ് മൗണ്ട് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പോണന്റ് കംപ്ലീറ്റ് ആയിട്ട് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് അപ്ഡേറ്റിംഗ് ഫേസ് ആണ്. ഈ അപ്ഡേറ്റിംഗ് ഫേസിൽ ബേസിക് ആയിട്ട് 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേറ്റ് ഫ്രം പ്രോബ്സ്. നമ്മൾ പ്രീവിയസ് ഫേസിൽ മൗണ്ടിങ് ഫേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതും എന്താണ് റീറെൻഡർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടീസിലോ സ്റ്റേറ്റ്സിലോ എന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത് കോൾ ചെയ്യുന്നതാണ്. റയർ ആയിട്ടാണ് ഇതും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഒരു ബൂലിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന മെത്തേഡാണ് ഷുഡ് കോമ്പോണന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് റെൻഡറിങ് നടക്കുക. ട്രൂ ആണെങ്കിൽ റെൻഡർ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ റെൻഡർ ചെയ്യില്ല. ആ റെൻഡറിങ്ങിനെ പ്രിവെന്റ് ചെയ്യും, അൺനെസസറി അപ്ഡേറ്റ്സിനെ. അപ്പൊ നമുക്ക് ഈ റെൻഡറിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഷുഡ് കോമ്പോണന്റ് അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെൻഡർ മെത്തേഡ് ആണ്, മാൻഡേറ്ററി മെത്തേഡ്സ് ആണ്. JXS സിന്റാക്സ് റിട്ടേൺ ചെയ്യുന്നു, UI-നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അപ്ഡേറ്റ് UI-നെ റിട്ടേൺ ചെയ്യും. ഇനി അടുത്തത് ഗെറ്റ് സ്നാപ്ഷോട്ട് ബിഫോർ അപ്ഡേറ്റ്, അതായത് നമ്മൾ ഡോമിലേക്ക് ചേഞ്ചസ്, ഈ അപ്ഡേറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ കോൾ ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് സ്നാപ്ഷോട്ട് ബിഫോർ അപ്ഡേറ്റ് എന്നുള്ളത്. ലാസ്റ്റ് കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റ് മെത്തേഡ് കംപ്ലീറ്റ് അപ്ഡേഷൻ, ഡോം അപ്ഡേഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് അൺമൗണ്ടിങ് ഫേസ് ആണ്. അൺമൗണ്ടിങ് ഫേസ് ഒരു ക്ലീനപ്പ് ഫേസ് ആണ് നമുക്ക് പറയാം. കോമ്പോണന്റ് ഡോമിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഈ ഫേസ് വരുന്നത്. ഇതിനകത്ത് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, കോമ്പോണന്റ് വിൽ അൺമൗണ്ട് എന്ന് പറഞ്ഞ മെത്തേഡ്. ഈ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പോണന്റ് നമ്മൾ ഡോമിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലീനപ്പ് ടാസ്കിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഡോമിൽ നെറ്റ്വർക്ക് റിക്വസ്റ്റ്, ഈ കോമ്പോണന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈമേഴ്സ്, സബ്സ്ക്രിപ്ഷൻസ്, ഇതൊക്കെ റിമൂവ് ചെയ്ത്, അതുപോലെ എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ടാസ്കുകൾ ചിലപ്പം നമുക്കിത് റിമൂവ് ചെയ്യുന്നത്, ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് കോമ്പോണൻസിനെ റിമൂവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാസ്കും കൂടെ പെർഫോം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ക്ലീനപ്പ് ടാസ്ക് ആയിട്ടാണ് ഈ ഫേസ് വരുന്നത്. ഒരു കോമ്പോണന്റ് റിമൂവ് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ കോൾ ചെയ്യുന്നതാണ് ഈ അൺമൗണ്ടിങ് ഫേസിലെ കോമ്പോണന്റ് വിൽ അൺമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഈ ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഈ ഫേസിലുള്ളൂ. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു ഫേസും കൂടി ഉണ്ട്, അതാണ് ഇറർ ഹാൻഡ്ലിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഇറർ ഹാൻഡ്ലിംഗ് ഫേസ് എന്ന് പറയുന്നത് ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ്സിൽ അല്ലെങ്കിൽ ചൈൽഡ് കോമ്പോണൻസിലൊക്കെ എന്തെങ്കിലും എറർ ഒക്കെ ആകുവാണെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ എറർ ഹാൻഡ്ലിംഗ് വരുന്നത്. ഇത് മെയിൻ ലൈഫ് സൈക്കിൾ മെത്തേഡ്സിൽ 4ാമത്തെ ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ടോ നമുക്ക് പറയാം കേട്ടോ. ഇതിലും മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്.
അതിൽ ആദ്യത്തെയാണ് സ്റ്റാറ്റിക് മെത്തേഡ് ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേറ്റ് ഫ്രം എറർ എന്നുള്ളത്. അതായത് ഡിസർഡന്റ് കോമ്പോണൻസിൽ എന്തെങ്കിലും എറർ ത്രോൺ ചെയ്യുവാണെങ്കിൽ, കോമ്പോണൻസ് എന്തെങ്കിലും എറർ ത്രോൺ ചെയ്യുവാണെങ്കിൽ ഒരു ഫാൾബാക്ക് യൂസർ ഇന്റർഫേസിനെ ഇത് റെൻഡർ ചെയ്യും. ഇപ്പൊ 404 ഒക്കെ പേജ് ഡിസ്പ്ലേ ചെയ്യാറില്ലേ, അതുപോലെ ഒരു ഫാൾബാക്ക് യൂസർ ഇന്റർഫേസിനെ ആയിരിക്കും ഇത് റെൻഡർ ചെയ്യുന്നത്. രണ്ടാമത്തത് മെത്തേഡാണ് ഇതിൽ തന്നെയുള്ളത്, കോമ്പോണന്റ് ഡിഡ് ക്യാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. കോമ്പോണന്റ് എറർ ത്രോൺ ചെയ്ത് കഴിഞ്ഞിട്ട് കോൾ ചെയ്യുന്ന മെത്തേഡാണ് കോമ്പോണന്റ് ഡിഡ് ക്യാച്ച് എന്ന് പറയുന്നത്. എറർ ലോഗിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഈ മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഫേസസ് ആണ് മെയിൻ ആയിട്ട് ലൈഫ് സൈക്കിൾ മെത്തേഡ്സിൽ റിയാക്ട് ജെഎസിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മൗണ്ടിങ് ഫേസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഓരോ മെത്തേഡ്സും എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ ഇന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. സജഷൻസും കമന്റ് സെക്ഷനിൽ പറയാം. യൂസ്ഫുൾ ആണെന്ന് തോന്നിയൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.